2017 മുതൽ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ടെന്നും കണക്ക് നാട്ടുകാർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയെന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ 5 വർഷത്തെ പ്രവർത്തന പുരോഗതിയാണ് ഇതിൽ സംക്ഷിപ്തമായി ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 2021 വാഗ്ദാനങ്ങളിൽ 97% പൂർത്തിയാക്കിയതായും അദ്ദേഹം പറഞ്ഞു. പുനർഗേഹം പദ്ധതി പ്രകാരം ഫ്ളാറ്റുകളും ഭവനങ്ങളും കൈമാറി. ലൈഫ് പദ്ധതി വഴി 5 ലക്ഷം വീടുകൾ നിർമ്മിച്ചു നൽകി. പുനർഗേഹം പദ്ധതി വഴി മത്സ്യത്തൊഴിലാളികൾക്ക് 2782 വീടുകൾ നൽകി. 738 കുടുംബങ്ങൾക്ക് ഫ്ളാറ്റുകൾ നൽകി. 4,56,689 പട്ടയങ്ങൾ വിതരണം ചെയ്തു. 64,006 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കി. വീട്ടമ്മമാർക്ക് മാസം 1000 രൂപ ധനസഹായം നൽകിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതുകൂടാതെ നിരവധി പദ്ധതികളാണ് കേരളത്തിൽ നടപ്പിലാക്കിയത്. ഏക കിടപ്പാട സംരക്ഷണ നിയമം കൊണ്ടുവന്നതും കേരളത്തിലാണെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ലഭിക്കുന്ന സഹായം വർദ്ധിപ്പിക്കുന്നതിന് നടപടിയെടുത്തു. നമ്മുടെ കേരളത്തില് മുതിർന്ന പൗരന്മാരുടെ എണ്ണം കൂടുതലാണ്. ആയുർദൈർഘ്യം നമ്മുടെ സംസ്ഥാനത്ത് കൂടുതലാണ്. അതിന്റെ ഭാഗമായി മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി ഒരു കമ്മീഷൻ, വയോജന കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. നമ്മുടെ സംസ്ഥാനം ഇപ്പോ നിക്ഷേപ സൗഹൃദ നിലയിൽ ഇന്ത്യ രാജ്യത്ത് 1ാം സ്ഥാനത്തെത്തിയിരിക്കുക. ഇത് കൃത്യമായ ഇടപെടലുകളുടെ ഭാഗമായി നേടാൻ കഴിഞ്ഞ നേട്ടമാണ്. ഇതിന്റെ ഭാഗമായി വലിയ തോതിലുള്ള വ്യവസായ വികസന സാധ്യതയാണ് നമ്മുടെ നാട്ടിൽ ഉയർന്നിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭരണത്തിന്റെ ശരിയായ സ്വാദ് ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുക എന്നത്. അതിൽ തീരുമാനങ്ങൾ വേഗത്തിലാവണം, മറ്റ് തടസ്സങ്ങൾ ഒഴിവായി കിട്ടണം. അതൊക്കെ ജനങ്ങൾ നല്ലതുപോലെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതിൽ സ്മാർട്ട് നടപ്പാക്കിയപ്പോൾ ഭരണ സേവനങ്ങൾ ലളിതമാക്കപ്പെട്ടു. അതിലൂടെ 82 ലക്ഷം അപേക്ഷകൾ അതിവേഗതയിൽ തീർപ്പാക്കാനും കഴിയും.